പഠിക്കുന്ന നല്ല ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങളായ മക്കൾ എന്ത് ചെയ്യും? ബാപ്പാക്കും വേണ്ടിയിട്ടൊരു ദിക്ർ നടത്തും. നാട്ടിലുള്ള ഉസ്താദിനെയും മുതഅല്ലിമീങ്ങളും ദർസ് വിളിച്ചു, മദ്രസയിലെ ഉസ്താദുമാരെ വിളിച്ചു, നാട്ടിലെ കാരണവന്മാരെ വിളിച്ചു, അവന്റെ സ്നേഹിതന്മാരെ വിളിച്ചു, SYSSFന്റെ പ്രവർത്തകന്മാരൊക്കെ വന്നു. ഇവരൊക്കെ കൂടി വന്നിട്ട് ചൊല്ലുമ്പോ എന്റെ മക്കള് എത്ര ചൊല്ലും? എന്റെ മക്കള് ചൊല്ലൂല. മക്കൾക്ക് എന്നോട് വിരോധമുണ്ടായിട്ടല്ല, ചൊല്ലാൻ സമയമില്ല. അവൻ ക്ഷണിച്ചു വരുത്തിയ ആളുകളെ സ്വീകരിക്കണം. അവര് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദിക്ർ തുടങ്ങിയിട്ടുണ്ട്, മൗലൂദ് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പുറത്ത് ചോറ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാൻ പോണം. ബെർനോലെ സ്വീകരിക്കണം, അവർക്കൊരു വെള്ളം കൊടുക്കണം. അപ്പുറത്ത് ഉസ്താദിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ നോക്കണം. ഇപ്പുറത്ത് എന്തൊക്കെ ആവശ്യം അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മക്കള് കിടന്ന് പരക്കം പോയാണ്. ബാപ്പാക്ക് 10 ദിക്ർ മക്കള് ചൊല്ലൂല. മക്കള് ചൊല്ലിപ്പിക്കും. എത്രയാ ചൊല്ലിപ്പിക്ക? 70,000 അത്രേ കിട്ടുള്ളൂ. ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പോന്ന സ്വന്തം ഉടപ്പറപ്പീങ്ങളെക്കാൾ ഈ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കള് 1,80,00,000 ചൊല്ലിയെങ്കിൽ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെക്കാളും വലിയ ഒരു ബന്ധമാണ് എന്റെ SYSന്റെ SSFന്റെ പ്രവർത്തകരെ നമുക്ക് കിട്ടിയത്. നഷ്ടപ്പെടുത്തല്ലേ, ഈ ബന്ധം നഷ്ടപ്പെടുത്തരുത്. ഈ കയറിയ വണ്ടിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥ വരുത്തരുത്. ഈ വണ്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അള്ളാഹ് പുറത്താക്കി എന്നതാണ് അതിന്റെ തെളിവ്. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും പിന്നെ സ്റ്റേജില്ല, പിന്നെ ആളില്ല, മയ്യത്ത് നിസ്കരിക്കാൻ ആളില്ല, ചരമകോണത്തിന് ഫോട്ടോ വരുമോ ഇല്ലേ അറിയില്ല. ഈ അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകരുത്. ഈ സംഘടനാ പ്രവർത്തന രംഗത്തിരുന്ന് എന്റെ പൊന്നു യുവാക്കളെ, എന്ത് പ്രതിസന്ധി വന്നാലും ശരി, നമ്മുടെ മുന്നോട്ട് നോക്കുമ്പോ പ്രതിസന്ധികളാ കാണുന്നത് തികച്ചും പ്രതീക്ഷിച്ചതാണ്. എന്റെ ഉലമാനെ തെരഞ്ഞു പിടിച്ച് പട്ടിയെ എറിഞ്ഞു കൊല്ലും പോലെ എന്റെ ആലിമീങ്ങളെ കൊല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അവിടുത്തെ നബുവത്തിന്റെ ലിസാന് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലിമീങ്ങള് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആരുടെയും സഹായം, ഭൗതിക രാഷ്ട്രീയത്തിന്റെ സഹായം, ഭൗതിക ലോകത്തിന്റെ സഹായം നമുക്കില്ലാത്ത ഒരു കാലം വരാം. അതേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആ വിഷമഘട്ടത്തിലും മനസ്സിന്റെ കരുത്ത് വിടാതെ റബ്ബിന്റെ ദീനിനു വേണ്ടി യാതനകൾ സഹിച്ച് ഈ പ്രവർത്തന രംഗത്ത് പിടിച്ചു നിന്നാൽ മരിച്ചാൽ കിട്ടുന്ന ദുആ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. എന്റെ നിസ്കാരം സ്വീകരിക്കാൻ വേണ്ടി AP ഉസ്താദിനെ പോലത്തെ ആലിമീങ്ങള്, സുലൈമാൻ ഉസ്താദ്, പൊന്മള ഉസ്താദിനെ പോലത്തെ ആലിമീങ്ങള്, അതുപോലെ സയ്യിദന്മാർ പടച്ച റബ്ബിനോട് അപേക്ഷിക്കുന്ന അപേക്ഷ അല്ലാഹ് പരിഗണിച്ചിട്ട് ഞാൻ ചെയ്ത നിസ്കാരം അല്ലാഹ് സ്വീകരിച്ചു തരും, ഞാൻ അനുഷ്ഠിച്ച നോമ്പ് റബ്ബ് സ്വീകരിച്ചു തരും, എന്റെ എല്ലാ അമലുകളും റബ്ബ് സ്വീകരിച്ചു തരും എന്ന ഒരൊറ്റ പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത്, നിങ്ങൾക്കുള്ളത്, നമ്മുടെ സുന്നി പ്രവർത്തകർക്ക് മുഴുവനുമുള്ളത്. അത് അല്ലാഹു നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ഇനി നമുക്ക്